ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി വ്ളോഗാണ്. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഇത്. ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്നോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാനൊരു വ്ളോഗ് മൊത്തത്തിൽ ഏകദേശമൊക്കെ ഒരു ഡേ മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. ഞാൻ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പകുതിയിൽ വെച്ച് മറന്നു പോവും. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവസാനം ഞാൻ ഒരു ദിവസം ഏകദേശമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു വ്ളോഗിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. ആദ്യം സ്കിൻ കെയർ ചെയ്യുവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും സ്കിൻ കെയർ ചെയ്യത്തില്ല. ഇന്ന് എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെയാണ് ആദ്യം കാണിച്ചത്. മിക്കതും അക്കോളജിക്കയുടെ പ്രോഡക്റ്റ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോട്ട് ആൻഡ് കി അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് എൻ്റെ മേക്കപ്പാണ്. ഇതെൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഇതിലെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇന്ന് പിന്നെ പുറത്ത് പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന്, എനിക്ക് ഐലാഷസ് ഇല്ല കേട്ടോ. ഐലാഷസ് എനിക്ക് ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കേൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്ത സംഭവം എല്ലാം തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത് തിരിച്ച് വരുമ്പോൾ എൻ്റെ റൂം കാണുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്താവും. ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാനിന്ന് വെയർ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്റ്റുഡിയോയിൽ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വൈറ്റ് ടോണാണ്. സൺസ്ക്രീൻ ഇടും, എന്നിട്ട് വൈറ്റ് ടോൺ ഇടും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡേസ്ലറിൻ്റെ. അതിൻ്റെ ഷെയ്ഡൊക്കെ വാങ്ങി 025 ആ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാജൽ വരയ്ക്കും. പിന്നെ അത് ഷുഗറിൻ്റെ ഐലൈനറാണ്. അതിൽ സ്റ്റാമ്പും കൂടെ വരുന്നതാണ്. എനിക്ക് ഈ ഐലൈനർ കറക്റ്റായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് കണ്ടോ, ഇങ്ങനൊരു സ്റ്റാമ്പുണ്ട്. അതുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതുപോലെ രണ്ട് സൈഡിലും എൻ്റെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ പുറത്ത് പോകുമ്പം ഞാൻ എടുക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് കാണിക്കുന്നത്. വാച്ച് മസ്റ്റാണ് എനിക്ക്. പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു ക്ലച്ച് ക്ലിപ്പ്, പിന്നെ ആ ഒരു പൗച്ചിനകത്ത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, ലിപ്സ്റ്റിക്കും അങ്ങനത്തെയൊക്കെ. പിന്നെ എനിക്ക് ബാഗ് കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്കിതുപോലെ കുറേ ബാഗ്സ് ഉണ്ട്. എവിടെ പോയാലും ഞാൻ ബാഗ് മേടിക്കും. പക്ഷെ അവസാനം ഈ ഒരു ബാഗാണ് ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവസാനം ഞാൻ തിരിഞ്ഞ് ഈ ഒരു ബാഗിൽ തന്നെ എത്തും. ഇതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീൽ ബൈ ചുംബക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ എവിടെയോ പോയിട്ട് വന്നിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെയാണിത്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിതേ വൈറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ഇട്ട് വന്നപ്പോൾ രണ്ടുപേരും വൈറ്റായി പോയതാണ് കേട്ടോ. പിന്നെ ഈ ഡോറ് പൂട്ടാന്ന് പറയുന്നത് ഇവിടെ ഒരു ചടങ്ങാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഇത് കറക്റ്റായിട്ട് ലോക്ക് ആവത്തില്ല. രണ്ടുപേരും പിടിച്ചാലേ ഇത് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ജാനുവരി ലാസ്റ്റിലൊക്കെ എടുത്ത വീഡിയോ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴാണ് മാറ്റിയത്? അപ്പം നമ്മളിപ്പോൾ മാറ്റി കേട്ടോ. അത് കുറച്ച് പണിയുള്ള പണിയാണല്ലോ. അങ്ങനെ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇതാ പോവാൻ പോവാണ്. പിന്നെ അന്ന് നല്ലൊരു ക്ലൗഡി ഡേ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സൺഗ്ലാസ്സൊക്കെ പൊടി പിടിച്ചിരുന്ന സൺഗ്ലാസ്സൊക്കെ പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, ചുമ്മാ എടുത്തതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വെയിലുള്ളത് കൊണ്ട് അതൊക്കെ വെച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പോവാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറേ ബുക്സൊക്കെ അടിച്ചു മാറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവളുടെ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ എടുക്കാതെ വരുന്നത് എനിക്ക് അങ്ങനെ ശീലമുള്ള കാര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്.
പിന്നെ നമ്മൾ പോയത് പ്രീമിയറിലാണ്. സിറ്റി പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രീമിയറിൽ പോവാതെ തിരിച്ചു വരാൻ തോന്നാറില്ല. അപ്പോൾ അവിടെ പോയി ഞാനിങ്ങനെ ക്രാഫ്റ്റ് സപ്ലൈസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഇത് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ അത് അവരവരുടേതായ ലോകത്തിലാണ്. പിന്നെ ഞാനിതുപോലെ 2 കുട്ടി ബക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രീമിയറിൽ നിന്ന് കുറേ സംഭവമെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ബുക്സൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പാളയത്താണ് പോകുന്നത് കേട്ടോ, ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബുക്ക് സ്റ്റോളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബുക്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കുവാണ്. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുഞ്ഞു സ്റ്റോറി ബുക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും. പിന്നെ ഈ ഒരു ബുക്ക് എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. കാരണം അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാനത് വാങ്ങി. പിന്നെ അവിടെ നിന്ന് കുറേ ബുക്സൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കഫേയിൽ വന്നേക്കുവാണ്. നല്ല അടിപൊളി എസ്തെറ്റിക്, എന്താ പറയുക, ഒരു ജയ്പൂറൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ചക്കു പിന്നെ ഫുള്ള് ഫുഡിങ്ങിലാണ്, ഇതൊന്നും താല്പര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ മൊഹിറ്റോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതും നല്ല എസ്തെറ്റിക് കളേഴ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ അതൊക്കെ കുടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് മേടിക്കാൻ പോകണം. ചക്കുൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനൊരു ടാഗ് ചെയ്യണം, ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ കാറിലിരുന്നിട്ട് തന്നെയാണ് ഈ ഒരു കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവസാനം ഇങ്ങനെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അവർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ കുറേ പുളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ആതിരയും കൂടെ കുറേ പുളിയൊക്കെ കഴിച്ചു. പിന്നെ ഈ പുളിയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന കാരണം ഞാനും അതിൽ അടി വെച്ചായിരുന്നു പുളി കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നൈറ്റായി. പിന്നെ നമ്മൾ കുറച്ച് സമയം ബീച്ചിലൊക്കെ പോയിരുന്നു. പിന്നെന്താ, അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറച്ച് ലോങ് ആണെന്നറിയാം, എന്നാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.